സൂപ്പർമാൻ എത്ര പേര് തിയേറ്ററിൽ പോയി കണ്ടു എന്ന് എനിക്കറിയില്ല. ഞാൻ ഹെല്ലൻ കൂടെ ഒരുമിച്ച് തിയേറ്ററിൽ പോയി കണ്ട സിനിമയാണത്. രണ്ടുപേർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. പുതിയൊരു സൂപ്പർമാൻ ടേക്ക്, ആ ഒരു ഫ്രഷ് ഫീല് അടിപൊളിയായിരുന്നു. ആ സിനിമയുടെ അവസാനം ആകുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നുണ്ട് സൂപ്പർമാൻ്റെ ഒരു കസിൻ സിസ്റ്റർ ഉണ്ട്. കസിൻ സിസ്റ്റർക്കും സൂപ്പർമാൻ്റെ അതേ പവേഴ്സും കാര്യങ്ങളൊക്കെയാണുള്ളത്. അപ്പോൾ സൂപ്പർ ഗേളിൻ്റെ സിനിമ, പ്രത്യേകിച്ച് സൂപ്പർ ഗേളിനെ മാത്രമല്ല, നമുക്ക് മറ്റ് ഗ്രഹങ്ങളിലോ അല്ലെങ്കിൽ മറ്റ് വേൾഡിലോ ഒക്കെ ഉള്ള ഏലിയൻസിൻ്റെ ലൈഫിനെ പറ്റിയൊക്കെ നമുക്ക് കാണിച്ചു തരുന്ന DC വേൾഡിൻ്റെ ആ ഒരു വലിയൊരു വേൾഡ് നമുക്ക് കാണിച്ചു പോകുന്ന ഒരു സിനിമ കൂടിയാണ്. ഒരുപക്ഷെ മാർവലിൽ നമ്മൾ മറ്റേ ഗാർഡിയൻസ് ഓഫ് ഗാലക്സി ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അതിലവർ കടന്നു പോയിട്ടുള്ളതുപോലെ തന്നെ സൂപ്പർ ഗേളിലൂടെ അവർ DC-യുടെ മറ്റു വലിയ ഒരു വേൾഡ് എക്സ്പാൻഷൻ അങ്ങോട്ടേക്ക് അവർ കടക്കുകയാണ്. ഒരുപാട് ട്രെയിലേഴ്സൊക്കെ വന്നു പോയി. ഇനി നമുക്ക് ഫൈനൽ ട്രെയിലർ വന്നിട്ടുണ്ട്, അത് കാണാം. അതാകുമ്പോൾ 2 മിനിറ്റ് ലെങ്ത് ഉണ്ട്, കൂടുതൽ ഡീറ്റെയിൽസ് കാണാനും പറ്റും. സ്റ്റാർട്ടിങ് കൊള്ളാം. My cousin and I have very different ideas about what it means to be a hero. He sees the good in everyone, and I see the truth. The brigands brought destruction to every corner of the universe. The galaxy must be defended. You cannot give up on me. Now it's a party. Oh, that might be a problem. ഓ കൊള്ളാതെ, അത് രസമുണ്ടായിരുന്നല്ലോ. I know it's pretty colorful, but that's just so everyone knows we're good. I'm going to tell you something. Only one of you is going to make it out alive. We haven't been formally introduced. ഓ, ദാറ്റ് പോസിങ് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. സ്ലോ മോഷൻ വിഷ്വൽ കൊള്ളാം. ഐമാക്സ് റിലീസുള്ളൊരു സിനിമയാണ് സൂപ്പർ ഗേൾ എന്ന് പറയുന്നത്. എനിവേ, ഈ സിനിമ കണ്ടപ്പോൾ നമുക്ക് ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ കുറേ വൈബൊക്കെ അടിച്ചില്ലേ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയുടെ ആ ഒരു ഫീൽഡ്, DC-യുടെ ആ ഒരു വലിയൊരു വേൾഡ് നമുക്ക് കാണിച്ചു തരാൻ പോകുന്നൊരു സിനിമയാണ് സൂപ്പർ ഗേൾ എന്ന് പറയുന്നത്. സൂപ്പർമാനെ നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. ട്രെയിലർ തിയേറ്ററിലേക്ക് നമ്മളെ ഭയങ്കരമായിട്ട് ആകർഷിക്കുന്നൊരു ക്യാച്ചി സംഭവമൊന്നുമല്ല. ബട്ട് സൂപ്പർമാൻ ഞാൻ തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ വലിയ പ്രതീക്ഷയോടെ അല്ല പോയത്. അതുകൊണ്ടായിരിക്കാം മേ ബി എനിക്ക് ആ സിനിമ ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അപ്പോൾ സൂപ്പർ ഗേളിൻ്റെ കാര്യത്തിൽ വരുമ്പോഴും ഞാൻ പറയുന്നത് ഭയങ്കര പ്രതീക്ഷകളൊന്നും വെച്ച് പോകണ്ട, ബട്ട് സ്റ്റിൽ നമുക്ക് തീർച്ചയായിട്ടും സിനിമ ഇഷ്ടപ്പെടും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിക്ക് ശരിക്കും ഒരു ഫീൽ ഈ ഒരു ട്രെയിലർ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടുന്നുണ്ട്. തിരക്കൊക്കെ ഒഴിയുന്നൊരു സമയത്ത് തീർച്ചയായിട്ടും ഞാൻ തിയേറ്ററിൽ ഈ സിനിമ പോയി കാണാനായിട്ട് ശ്രമിക്കും. പിന്നെ ട്രെയിലറിൽ തന്നെ കുറേ സംഭവങ്ങൾ അവർ ഫൈറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ആ ഒരു പട്ടിയുടെ കാര്യം കണ്ടു, ഡോഗിനെ കാണിക്കുന്നുണ്ടല്ലോ. ഈ ഡോഗിന് ആക്ച്വലി അത് സൂപ്പർ ഗേളിൻ്റെ പെറ്റാണ്. സൂപ്പർമാനിൽ കണ്ടിട്ടുള്ള കുറേ ഫൈറ്റ് സീക്വൻസിൻ്റെ ഒരു സിമിലർ ഒരു സ്വഭാവം ഈ ഒരു ട്രെയിലറിലും നമുക്ക് കാണാൻ പറ്റും. ഫൈറ്റ് കാര്യങ്ങളിലേക്ക് വരുമ്പോൾ സൂപ്പർമാൻ ആൾക്കാരെ എങ്ങനെയൊക്കെ രക്ഷിച്ചോ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു വിഷ്വൽ, ആ ഒരു ഷോട്ട് കാര്യങ്ങളൊക്കെ സൂപ്പർ ഗേളിൻ്റെ ട്രെയിലറിലെ ആ ഒരു ഫൈറ്റിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വളരെയധികം സിമിലർ ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ കാണാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. സൂപ്പർ ഗേൾ കാണണമെന്ന് എനിക്ക് ഏറ്റവും കൂടുതൽ തോന്നാനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു യൂണിവേഴ്സൽ എക്സ്പാൻഷൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഭൂമിയിലുള്ള സംഭവങ്ങളെക്കാൾ ഉപരി ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഏലിയൻസിനെ കാണാൻ പറ്റും, അവരുടെ രീതികൾ കാണാൻ പറ്റും. പിന്നെ കുറേ തമാശ നിറഞ്ഞിട്ടുള്ള സംഭവങ്ങളും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഫസ്റ്റ് ഇറങ്ങിയ ടീച്ചർ തൊട്ട് ഒരുപാട് എലമെൻറ്റ്സ് അതിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വളരെ ഫണ്ണായിട്ടുള്ള ക്യാരക്ടറൊക്കെ കാണാൻ പറ്റും. ആദ്യമൊക്കെ പുള്ളിക്കാർ ഭയങ്കര കെയർലെസ്സൊക്കെ ആയിട്ട് ജീവിക്കുന്ന, ആൾക്കാരെ അങ്ങനെ കെയർ ചെയ്യാതെ പ്രൊട്ടക്റ്റ് ചെയ്യാതെ ജീവിക്കുന്ന ഒരു കഥാപാത്രമായിരിക്കും. പക്ഷേ പിന്നീട് നന്നായി മാറുന്നതായിരിക്കും.
നിങ്ങൾക്ക് എന്താണ് ട്രെയിലർ കണ്ടിട്ട് തോന്നിയെന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.